ഗുരുവായൂരപ്പ ശരണം. മുജ്ജന്മ സുഹൃതം എന്ന ഒറ്റ വാക്കിലെല്ലാം ഉണ്ട്. കഴിഞ്ഞ വർഷം അഷ്ടവിരോഹിണിക്ക് എനിക്ക് പാടാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റും എൻ്റെ എല്ലാവരും എനിക്ക് അവസരം തന്നു. വീണ്ടും 2025 ഉത്സവം അതിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം പാടാൻ വേണ്ടി എന്നെ വിളിച്ച ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് വേണ്ടി ഡോക്ടർ VK വിജയൻ സാർ ചെയർമാൻ, KC മാനവേദൻ രാജ, ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KP വിശ്വനാഥൻ, മനോജ് B നായർ, KP വിനയൻ, പിന്നെ PRO സുരേഷ്. ഇത് വേണ്ട, ഇവിടെ ഒരു അംഗമാണ് ഞാൻ. ഇതിൻ്റെ ബോർഡിൽ ഇല്ലാന്നേ ഉള്ളൂ. എങ്കിലും ഇവിടെ വരുമ്പോഴെല്ലാം നേരെ കയറി പോണു, ഭഗവാനെ തൊഴുന്നു. എല്ലാവർക്കും ഉണ്ടല്ലോ സങ്കടം. ആ കൂട്ടത്തിൽ കുറച്ച് സങ്കടം ഞാനും പറയും. നേട്ടങ്ങളൊന്നും വേണ്ട, നമുക്ക് അസുഖങ്ങളും അതുപോലെ തീരാബാധകളൊന്നും ഉണ്ടാകാതെ ഇരുന്നാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഒരുപാട് നന്ദി. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും നിറയെ ഉണ്ടാകട്ടെ. കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു തടസ്സവും വരാതെ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കട്ടെ, ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അത്ര മാത്രമേ ഉള്ളൂ, ആ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. 45 വർഷമാകുന്നു ഞാൻ പാടി തുടങ്ങിയിട്ട്. ഇതുവരെ പാടാനുള്ളൊരു ഊർജം തന്ന എൻ്റെ സംഗീതപ്രേമികൾ, എൻ്റെ പ്രേക്ഷകർക്കും, പിന്നെ എൻ്റെ മാതാപിതാക്കൾക്കും, എന്നെ സൃഷ്ടിച്ച ആ ജന്മങ്ങൾക്കും, പിന്നെ ഇതിനെല്ലാം ഉപരി ഗുരുവായൂരപ്പൻ, അദ്ദേഹത്തിൻ്റെ കരുണ കാരണം ചെമ്പയ്ക്ക് കണ്ഠം നിലച്ചപ്പോൾ കൊടുത്ത ഒരു വരദാനം കൊണ്ട് അദ്ദേഹത്തിന് പാടാൻ കഴിയില്ലേ. അതുകൊണ്ട് ദക്ഷിണാമൂർത്തി സ്വാമി എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ അദ്ദേഹം ഒരു സമയം ഞങ്ങളൊരു പ്രോഗ്രാമിന് കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വോക്കൽ കോഡ്, അതായത് കണ്ഠനാളത്തിലെ 2 ചെറിയ ദശകൾ ഒരുപോലെയാണ്. പക്ഷേ ദാസേട്ടൻ്റെ ശബ്ദം, ആഹാ എത്ര മനോഹരം! അതിനെ വെല്ലാൻ വേണ്ടി ഒരു ശബ്ദം ഇന്നലെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശബ്ദം നൽകി അനുഗ്രഹിച്ച ഭഗവാന് അഹങ്കരിച്ചാൽ തിരിച്ചെടുക്കാനും അവകാശമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ അത് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു. നമ്മളിപ്പോൾ ഇതാ ഈ കീബോർഡ് അനുഭവം വായിക്കുന്നു. അത് കീബോർഡ് സാ വായിച്ച് രീ ഗ മ, ഇതൊക്കെ ഞാൻ എൻ്റെ ഒച്ചയിൽ വരുന്നതാണ്. പക്ഷെ അവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് വരുന്നത്. അപ്പം ഓരോ രാഗങ്ങൾ പാടുമ്പോഴും ഈ കണ്ഠനാളത്തിലൂടെ വരണമെന്നുണ്ടെങ്കിൽ ദൈവമേ എന്ന് വിളിച്ച് നമ്മൾ സാധാരണ ഒരു മനുഷ്യനാണ് എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ കുറേ കാലം ശബ്ദം നിൽക്കും. ഇല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല. എന്തായാലും ഒരിക്കൽ കൂടി സന്തോഷം. ഞാൻ പൂർണ്ണമായിട്ടും ഇന്ന് ഭക്തിഗാനങ്ങൾ മാത്രമാണ്, സിനിമാ പാട്ടുകളൊന്നും പാടുന്നില്ല. എന്തെങ്കിലും 1-2 വരികൾ വേണമെങ്കിൽ ഇതിൻ്റെ അവസാനം ഞാനിപ്പോൾ തുടരും എന്നൊരു സിനിമയെ പാടി, നിങ്ങൾ കേട്ട് കാണും. അത് നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു, സന്തോഷം. അപ്പോൾ എന്തായാലും അവസാന ഭാഗങ്ങളിൽ പല്ലവികൾ എന്തെങ്കിലുമൊക്കെ പാടാം. അത് ഭരണസമിതി സമ്മതിച്ചാൽ മാത്രം. ബാക്കിയുള്ള ഇവിടുത്തെ രക്ഷാധികാരികൾ സമ്മതിച്ചാൽ ഒരു 4 വരി പല്ലവിയൊക്കെ പാടാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൈഡി തന്നാൽ ഞാനങ്ങ് തുടങ്ങാം. താങ്ക് യു.
ചന്ദനം കാണുമ്പോൾ കണ്ണനെ ഓർക്കാത്ത ചഞ്ചല ഹൃദയങ്ങളുണ്ടോ? കനവിലെങ്ങാനും കാമ്പോജി കേൾക്കുമ്പോൾ മുരളികയൂതാത്ത മൊഴികളുണ്ടോ? ഹരേ ശ്യാമ ഹരേ ഹരേ ശ്യാമ ഹരേ. ചന്ദനം കാണുമ്പോൾ കണ്ണനെ ഓർക്കാത്ത ചഞ്ചല ഹൃദയങ്ങളുണ്ടോ? കനവിലെങ്ങാനും കാമ്പോജി കേൾക്കുമ്പോൾ മുരളികയൂതാത്ത മൊഴികളുണ്ടോ? ഹരേ ശ്യാമ ഹരേ ഹരേ ശ്യാമ ഹരേ. പൊൻവെയിൽ കാണുമ്പോൾ പീതാംബരത്തിലെ ഞൊറികളെ ഓർക്കാത്ത മിഴികളുണ്ടോ? പൊൻവെയിൽ കാണുമ്പോൾ പീതാംബരത്തിലെ ഞൊറികളെ ഓർക്കാത്ത മിഴികളുണ്ടോ? തുളസികൾ പൂക്കുന്ന മനസ്സു മിടിക്കുമ്പോൾ ഇടയ്ക്കയെ തോന്നാത്ത കവിതയുണ്ടോ? ഇടയ്ക്കയെ തോന്നാത്ത കവിതയുണ്ടോ? ചന്ദനം കാണുമ്പോൾ കണ്ണനെ ഓർക്കാത്ത ചഞ്ചല ഹൃദയങ്ങളുണ്ടോ? കനവിലെങ്ങാനും കാമ്പോജി മൂളുമ്പോൾ മുരളികയൂതാത്ത മൊഴികളുണ്ടോ? ഹരേ ശ്യാമ ഹരേ ഹരേ ശ്യാമ ഹരേ. മനുരാഗം കണ്ണുകളിൽ വിടരുമ്പോൾ കടമ്പായി പൂക്കാത്ത ജന്മമുണ്ടോ? കടമ്പായി പൂക്കാത്ത ജന്മമുണ്ടോ? ചന്ദനം കാണുമ്പോൾ കണ്ണനെ ഓർക്കാത്ത ചഞ്ചല ഹൃദയങ്ങളുണ്ടോ? കനവിലെങ്ങാനും കാമ്പോജി കേൾക്കുമ്പോൾ മുരളികയൂതാത്ത മൊഴികളുണ്ടോ? ഹരേ ശ്യാമ ഹരേ
രണ്ടുപേരും.